ഹായ് ഗൈസ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബ്ലോഗോ കാര്യങ്ങളൊന്നും അല്ല, ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ നല്ലോണം വാങ്ങണമെന്ന് വിചാരിച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ട് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. ഉലാൻസിയുടെ WT88 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് അത്യാവശ്യം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. സോ ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം. നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തൊക്കെയുണ്ടെന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല പ്രൊട്ടക്റ്റീവ് ഇതിനകത്തൊക്കെയാണ് വരുന്നത്. ഓക്കെ, നല്ല അടിപൊളി പാക്കേജിലാണ് സാധനം വരുന്നത്. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ബോക്സിൽ വേറെ എന്തൊക്കെയുള്ളത് നോക്കാം. ഓക്കെ, ആസ് യൂഷ്വൽ ഒരു യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രൈപോഡ് റിമോട്ടുള്ള, അപ്പം അത് റിമോട്ട് ചാർജ് ചെയ്യാനായിരിക്കണം. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പിന്നെ ഒരു മാഗ്നറ്റിൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അത്രയൊക്കെ നമ്മുടെ ബോക്സിൽ വരുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ട്രൈപോഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ 2 കളർ വരുന്നുണ്ട്, ബ്ലാക്കും വരുന്നുണ്ട്, വൈറ്റും വരുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം വൈറ്റ് ആണ് ഒരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യിപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ വൈറ്റ് മേടിച്ചത്. പിന്നെ ഇതിൻ്റെ മൗണ്ടിങ് ഓപ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന് 2 മൗണ്ടിങ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഐഫോണും കാര്യങ്ങളും ഒക്കെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു മാഗ്സേഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാഗ്നറ്റ് റിങ് വരുന്നുണ്ട്. അതാകുമ്പം എൻ്റെ ഐഫോണിൽ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ കാണിച്ചു തരായിരുന്നു. ഐഫോൺ ജസ്റ്റ് ഇത് അറ്റാച്ച് കൊടുത്താൽ മതി, അതിൽ ഇതായിക്കോളും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മാനുവലി നമുക്ക് ക്ലിപ്പും രീതിയിലും വേണം വെക്കാം. അതായത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ വേണേലും നമുക്കിത് അറ്റാച്ച് ചെയ്ത് വെക്കാം, കണ്ടോ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ ഒരു റിങ് കാണിച്ചില്ല ആദ്യം, അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മാഗ്സേഫ് ഇല്ലാത്ത ഐഫോൺ ഇല്ലാത്ത സാധാ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ മാഗ്സേഫ് ഇല്ലാത്തതിനകത്ത് നമുക്ക് ഈ റിങ് ഒട്ടിച്ച് വെച്ചാൽ, ഫോണിലോ എൻ്റെ കേസിൽ ഒട്ടിച്ച് വെച്ചാൽ നമുക്കിതും ഇതുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. കാണിച്ചു തരാം, കണ്ടോ. ഇത് ഫോണിൻ്റെ പുറകിൽ ഒട്ടിച്ചാൽ അതവിടെ ഇരുന്നോളും. അപ്പോൾ അതിനാണ് ആ റിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗൈസ്, ഈ ട്രൈപോഡിൻ്റെ മേളിലും താഴെയായിട്ടൊരു ചെറിയ സ്പേസ് ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫോൺ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വ്ലോഗും ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ആക്സസറീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മൈക്രോഫോണും ലൈറ്റും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും ഇതുപോലെ. അത് നല്ലൊരു സംഭവമാണ്. ഇവിടെ നമുക്ക് മൈക്കും വെക്കാം, ഇവിടെ ലൈറ്റും വെക്കാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ട്രൈപോഡിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ആക്സസറീസ് ഒക്കെ ഉള്ള സാധനം ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ മാഗ്നറ്റ് യൂസ് ചെയ്ത് ഫോൺ വെക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല, കണ്ടോ. അപ്പോൾ ഈ ആക്സസറീസ് ആഡ് ചെയ്യണമെന്നുള്ളവർ എന്തായാലും ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഇവിടെ ആക്സസറീസ് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗൈസ്, ഇതിൻ്റെ സെക്കൻഡ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ടോപ്പ് ഡൗൺ മോഡ് എന്ന് പറയുന്നൊരു മോഡ് ഇതിനുണ്ട്. അതായത് നമ്മൾ ഈ ടേബിളിലൊക്കെ വെച്ച് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പ്രൊഡക്റ്റ് റിവ്യൂവും പരിപാടിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ട്രൈപോഡ് ഇങ്ങനെ വെച്ചിട്ട് വലുതാക്കുക, നേരെ താഴോട്ടാക്കാൻ പറ്റും. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ആംഗിള് കിട്ടും. സോ നമുക്കിവിടെ നിന്നിട്ട് അൺബോക്സിങ്ങും പരിപാടിയൊക്കെ ചെയ്യാം. ഞാൻ എൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം, അതിൽ നിന്ന് എങ്ങനെയാണ് കാണുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം പ്രൊഡക്റ്റ് റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ക്യാമറ വേറെ ആരുടെ സഹായം ഇല്ലാതെ നമുക്ക് ട്രൈപോഡ് തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഉണ്ടോ, നമ്മുടെ മൈക്കാണ്, ഉണ്ടോ മൈക്ക്, ഫോണ്, അത് അടിപൊളിയാണ് ഗൈസ്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ ടെക് റിവ്യൂ, ഈ അൺബോക്സിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ അടിപൊളി ആംഗിളിൽ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഗൈസ് അതിൻ്റെ ഒരു ടോപ്പ് ഡൗൺ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ്. നമുക്കതാകുമ്പോൾ ഏത് ആംഗിളിൽ വെച്ച് വേണമെങ്കിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗൈസ് ഇതിൻ്റെ ഒരു നോർമൽ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ട്രൈപോഡ് ഇത്ര വലുതാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ ഒരു ടൈറ്റനിങ് നോബ് ഉണ്ട് കേട്ടോ. അത് ലൂസായിട്ട് ആക്കിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും അല്ല, ഇതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തിക്കാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് നിന്നുകൊണ്ട് തന്നെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് വേറെ സാധാ ട്രൈപോഡിൻ്റെ പോലെ വേറെ അഡീഷണൽ നോബോ കാര്യങ്ങളൊന്നും ഇല്ല. ഏറ്റവും അടിയിൽ ഒരു ടൈറ്റനിങ് നോബ് ഉണ്ട്. അത് നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തിക്കാം. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് വേറെ അഡീഷണൽ മാക്സിമം ആണ് ഗൈസ്. ഇത് ഏകദേശം ഇവിടെ പോകുമെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇതാണ് ഗൈസ് എൻ്റെ മാക്സിമം ഹൈറ്റ്. ഏകദേശം എൻ്റെ ഉണ്ടോ ഇത്രയും വരുന്നുണ്ട്.
ഓൾമോസ്റ്റ് എനിക്ക് 145 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നിന്നുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ ഇതിൽ നിന്നൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഏകദേശം എൻ്റെ ഒരു ഐ ലെവലിൽ നമുക്ക് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം ട്രൈപോഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 145 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് നമുക്കൊരു എൻ്റെ ഫോൺ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്നിട്ട് പോലും നമുക്ക് ആ ഒരു കുലുക്കവോ കാര്യങ്ങളോ ഒരു ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല. ചരിവോ വീഴാൻ പോകുന്ന പോലെ ഒന്നും ഇല്ല. ഞാൻ നേരത്തെ യൂസ് ചെയ്ത ട്രൈപോഡിനൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം ഹൈറ്റിൽ മാക്സിമം ഹൈറ്റ് വെച്ചിട്ട് ഫോൺ വെക്കുമ്പോൾ ചരിഞ്ഞു പോകുന്ന പോലെ ഒരു സ്റ്റേബിലിറ്റി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലാണ് ഇപ്പോൾ ട്രൈപോഡ് വെച്ചേക്കുന്നത്. വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. നമുക്ക് ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ടൈറ്റനിങ് നോബ് വരുന്നുണ്ട്. അത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് അവിടെ ഇരുന്നോളും. പറഞ്ഞ പോലെ തന്നെ എത്ര വെയിറ്റുള്ള ഫോണും നമുക്ക് വെക്കാം. പിന്നെ ഗൈസ്, ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് റിമോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് റിമോട്ടായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനും വീഡിയോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ കണ്ടന്റ് ഷൂട്ട് ചെയ്യുമ്പം ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാമറ ട്രൈപോഡിൽ സെറ്റ് ചെയ്യുന്നു, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി ഇരിക്കുന്നു, എല്ലാവരും അറേഞ്ച് ചെയ്ത് നിർത്തുന്നു. എന്നിട്ട് അപ്പോൾ അത്രയും നേരത്തെ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി റിമോട്ടിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുക, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാതെ എല്ലാം പോയി നിന്നിട്ട് സെറ്റായിട്ട് ആക്ഷൻ പറയുമ്പോൾ നമുക്ക് ക്യാമറ പ്രസ് ചെയ്യുക, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് നല്ല യൂസ്ഫുൾ ആണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ സെൽഫ് പോർട്രേറ്റ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവർക്ക് ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ട് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ടൈമറിൻ്റെ ആവശ്യമില്ല, ടൈമർ സെറ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. റിമോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു തന്നെയാണ്. സോ ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ മീ. ഗുഡ് ഗൈസ്. ഇതിൻ്റെ അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു മാൻഡീസ് മോഡ് എന്ന് പറയുന്ന മോഡുണ്ട്. സംഭവം ഇതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ്. ഈ ഉലാൻസി WT88 മോഡലിലെ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ട്രൈപോഡിലൊന്നും അത് കണ്ടിട്ടില്ല. ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രൈപോഡിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഓപ്പൺ എന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ക്ലിപ്പ് കിട്ടും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ടേബിളിലൊക്കെ വെച്ച് ഈ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അൺബോക്സിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം നമുക്കിവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്, പ്ലസ് മൈനസ് എന്ന് എഴുതിയിട്ട്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ, എന്നിട്ട് നമ്മുടെ ട്രൈപോഡിൻ്റെ ഹൈറ്റ് കൂട്ടുവാണെങ്കിൽ നേരത്തെ പോലെ തന്നെ നമുക്ക് ഒരു പ്രത്യേക ആംഗിളിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും സാധിക്കും. ടേബിളിൻ്റെ സൈഡിൽ ജസ്റ്റ് സ്ലാൻഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് എടുക്കുന്നത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നു. നമുക്ക് അതുപോലെ തന്നെ ഇത് ഏത് സർഫസിലാണ് വെക്കുക, അതായത് ഏത് സർഫസ് വെക്കുക എന്ന് പറഞ്ഞാൽ ഹുക്ക് ചെയ്യാൻ പറ്റിയ, ക്ലിപ്പ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും, ഇപ്പോൾ ജനലിലാണെങ്കിൽ ജനലിൻ്റെ കമ്പിയിലോ ഏതെങ്കിലും ജസ്റ്റ് ഒരു കമ്പികളോ എല്ലാം ഉണ്ടെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ഹുക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് സ്ലാൻഡ് ചെയ്ത് വെച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രൈപോഡാണിത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അടുത്ത ഒരു മോഡാണ് വ്ളോഗിങ് മോഡ്. ലൈക്ക് നമ്മൾ സെൽഫി എടുക്കാൻ വേണ്ടി, അത് തന്നെ സെൽഫി എടുക്കാൻ വേണ്ടി സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്തില്ലേ, അതുപോലെ നമുക്കിനി ഇതിൽ ഫോൺ അറ്റാച്ച് ചെയ്തിട്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാം. അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ മാക്സിമം സൈസ് എത്തിച്ച് നമുക്ക് നല്ലൊരു വൈഡ് ആംഗിളിൽ വൈഡ് ഷോട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് അതിൻ്റെ ഒരു വ്ളോഗിങ് ഇതിലിട്ടിട്ട് നമ്മൾ എടുക്കുമ്പോൾ. ഇതിപ്പോൾ ഞാൻ മാക്സിമം ഹൈറ്റ് ആക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ്, ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് ആണ്. നമുക്ക് 1x തന്നെ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യം ട്രൈപോഡിന് വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. സെൽഫി എടുക്കാനാണെങ്കിലും വ്ളോഗ് എടുക്കാനാണെങ്കിലും ഒക്കെ ഈ ഒരു മോഡ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതാണ് ഗൈസ് ഇതിൻ്റെ വ്ളോഗിങ് മോഡും പരിപാടിയൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡ്രോൺ ഷോട്ട് കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതിന് മാക്സിമം ഹൈറ്റ് ആക്കിയിട്ട് ഫോൺ അറ്റാച്ച് ചെയ്തിട്ട് ഹൈ ആംഗിൾ പിടിക്കുകയാണെങ്കിൽ വൈഡ് ഷോട്ട് ഇട്ട് അത്യാവശ്യം ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ പോലെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ എടുക്കാൻ പറ്റും. സോ ഇത് നല്ലൊരു വ്ളോഗിങ്ങിനും പറ്റിയൊരു ട്രൈപോഡ് തന്നെയാണ്. ഇതൊക്കെയാണ് ഈ ട്രൈപോഡിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ ഇതിന് ഏകദേശം പറഞ്ഞ പോലെ തന്നെ 145 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. ഏകദേശം എൻ്റെ ഒരു ഐ ലെവൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 240 ഗ്രാമാണ്. 340 ഗ്രാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ടു ക്യാരി ആണ്. എന്ന് വെച്ചാൽ തീരെ വെയിറ്റ് കുറവുമല്ല, ഭയങ്കര കൂടുതലുമല്ല. നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ട്രൈപോഡ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കമ്പനി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 ഗ്രാം ഒരു വെയിറ്റ് ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതായത് സുഖമായിട്ട് നമുക്കൊരു അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഫോണും 2 ആക്സസറീസും കണക്ട് ചെയ്താലും സാധനം നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. വേറെ ആട്ടമോ കുലുക്കോ കാര്യങ്ങളൊന്നും വരത്തില്ല എന്നാണ് കമ്പനി പറയുന്നത്. ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് കുലുക്കോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻ എനിക്ക് തോന്നിയത് ഒരു കാര്യമുള്ളൂ ഗൈസ്, അതായത് നമുക്ക് മാക്സേഫിൽ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ആക്സസറീസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ക്ലിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കിവിടെ ആക്സസറീസ് വെക്കാൻ പറ്റുള്ളൂ. അത് മാത്രമേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ.
പിന്നെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോണ്ടന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർ എന്തായാലും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഞാനും ഒരുപാട് പറഞ്ഞ പോലെ റെഫർ ചെയ്തൊക്കെ വാങ്ങിയതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ടെക് റിവ്യൂവർ അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് എക്സ്പേർട്ട് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് വാങ്ങി എനിക്ക് ഒരു അൺബോക്സിങ് വീഡിയോ ഇടണമെന്ന് തോന്നി അങ്ങനെ ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ ട്രൈപോഡ് വാങ്ങാൻ നോക്കിയിരിക്കുന്ന കൂട്ടുകാർക്ക് എന്തായാലും വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് 2 മാസം യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ എൻ്റെ യൂസർ എക്സ്പീരിയൻസിനെ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മാക്സിമം എനിക്ക് ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാൻ സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.